നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബൂളിയന് കണ്ടു. ബൂളിയൻ എന്ന് വെച്ചാൽ ട്രൂ ഫോൾസ് വാല്യൂസും പിന്നെ അതെങ്ങനെ ശരിക്കും ജനറേറ്റ് ആവുന്നത്, അതെങ്ങനെ ഉണ്ടായി വരുന്നത് എന്നുള്ളത് കണ്ടു. നമ്മൾ ലെസ് താൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഒക്കെ വെച്ചിട്ട് കണ്ടു. നമുക്ക് അതിനെ യൂസ് കേസ് ഒന്ന് കാണിക്കാം, എന്തിനു വേണ്ടിയിട്ട് ഈ സാധനം ഉപയോഗിക്കുന്നു എന്നുള്ളത്. ഓക്കെ, അതിനായിട്ട് ഞാനിവിടെ എന്താണ് പ്രിന്റ് എന്നിട്ട് കോഴ്സിനകത്ത് ഹലോ എന്നൊക്കെ ഒരു മെസ്സേജ് സ്ക്രീനിലേക്ക് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ താഴത്ത് എന്താണ് പ്രിന്റ് ഹായ്ന്ന് കൊടുക്കണം. ഓക്കെ, അപ്പം പൈത്തൺ ഇതിങ്ങനെ വായിച്ചു നോക്കും. ആദ്യം പ്രിന്റ് ഹലോ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഹലോ എന്ന് വരും. പിന്നെ വായിച്ചു നോക്കും ഹായ് എന്നുണ്ട്, അപ്പോൾ ഹായ് എന്ന് വരും. റൺ ചെയ്ത് കഴിഞ്ഞാൽ ഹായ് എന്ന് വരും, ഹലോ രണ്ടും കൂടെ വന്നിട്ടുണ്ട്. ഓക്കെ, സാധാരണ പ്രോഗ്രാം 1 by 1 ആയിട്ട് ഓരോ ലൈനും ഇങ്ങനെ എക്സിക്യൂട്ട് ആവാനുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല. എന്താണ് ഈ ഹായ് എന്നുള്ള റൺ ചെയ്യാൻ ഒരു കണ്ടീഷൻ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോഗ്രാമിൽ കണ്ടീഷനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കണ്ടീഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലെസ് താൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഒക്കെ വെച്ചിട്ട് നമ്മൾ ബൂളിയൻ വാല്യൂ ഉണ്ടാവുന്ന ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും കഷ്ണം കോഡ് എക്സിക്യൂട്ട് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കാം. അതായത് ഇവിടെ എന്താണ് ഈ 1 ലെസ് താൻ 2 ഇതൊരു കോളൻ ഇടാണ്. ഇവിടെ എറർ കാണിക്കും. എററിന്റെ റീസൺ എന്ന് വെച്ചാൽ കോളൻ കഴിഞ്ഞാൽ അടുത്ത സാധനം ഒരു ടാബ് സ്പേസ്, നിങ്ങൾ സാധാ സ്പേസ് ആണെങ്കിൽ കുഴപ്പമില്ല, ടാബ് സ്പേസ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, അങ്ങനെ കൊടുക്കണം. കൊടുത്തിട്ടില്ലെങ്കിൽ എറർ കാണിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇൻഡന്റേഷൻ എന്നൊക്കെ വിളിക്കും കേട്ടോ, പൈത്തണിനകത്ത് ഇൻഡന്റേഷൻ എന്നൊക്കെ വിളിക്കും. ഇവിടെ ഞാൻ വേണമെങ്കിൽ എന്ത് ചെയ്യാണ്, ഞാൻ റൺ ചെയ്ത് നോക്കാണ്. അപ്പോൾ ഇതെന്താ നടന്നതെന്നൊന്നും നിങ്ങൾ മൈൻഡാക്കണ്ട. റൺ ചെയ്യുമ്പോൾ ഹലോ വരുന്നുണ്ട്, ഹായ് വരുന്നുണ്ട്, ഹവാർ വരുന്നുണ്ട്. എപ്പോഴാണ് ട്വിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇഫ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ട്രൂ ഫോൾസ് വാല്യൂ ജനറേറ്റ് ആവുന്ന ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ എന്താണ് ലെസ് താൻ ഉള്ളതിനാണ് ഗ്രേറ്റർ ദാൻ ആക്കി കൊടുക്കും. നമുക്കറിയാം 1 ഗ്രേറ്റർ ദാൻ 2 ഇതെന്താണ് തെറ്റാണ്, ഫോൾസ് ആണ്. ഞാൻ ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്തപ്പോൾ ഹലോ വന്നിട്ടുണ്ട്, ഹവാറി വന്നിട്ടുണ്ട്, ആരും വന്നിട്ടില്ല, ഹായ് വന്നിട്ടില്ല. ഹായ് വർക്ക് ആവണമെങ്കിൽ നമ്മൾ എന്താ ചെയ്തത്, ഇഫ് ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഈ കണ്ടീഷൻ ശരിയായാലും മാത്രമേ ഇതിനുള്ളിലുള്ള, അതായത് ഇവിടെ ഈ സ്പേസ് ഇട്ട് എഴുതിയ കോഡ് വർക്ക് ചെയ്യുള്ളൂ. അതെന്താ സ്പേസ് ഇട്ട് എഴുതിയ കോഡിന് ഒരു പ്രത്യേകത, ഞാൻ എന്താണ് ഇതിന് സ്പേസ് ഇട്ട് എഴുതിയ കോഡായിട്ട് കൊടുക്കുകയാണ് വിചാരിച്ചു. ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഹലോ മാത്രം വന്നിട്ട് എന്താ ഈ കണ്ടീഷൻ ശരിയായാലേ ഹായും വർക്ക് ചെയ്യുള്ളൂ, ഹവാറിയും വർക്ക് ചെയ്യുള്ളൂ. ഇയാൾ രണ്ടാളും അതിലാവാനുള്ള റീസൺ രണ്ടാളുടെ മുമ്പിൽ എന്തുണ്ട്, സ്പേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച കണ്ടീഷൻസിന്റെ യൂസ് കേസ് എന്താ വെച്ചാൽ ഇഫ് എന്ന് പറയാം, കണ്ടീഷൻ പറയാം, ഒരു കോളൻ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇവിടെ കണ്ടീഷൻ നമുക്ക് വേണമെങ്കിൽ ആൻഡ് ഒക്കെ ഇട്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ, 2 ലെസ് താൻ 3 ഇങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല. കഴിഞ്ഞിട്ടൊരു കോളൻ ഇടാം. കോളൻ ഇട്ടിട്ട് ആദ്യത്തെ ലൈൻ, കോളൻ കഴിഞ്ഞ പാട് ആദ്യത്തെ ലൈന് ഇൻഡന്റേഷനിൽ വരണം. ഇൻഡന്റേഷനിൽ വന്നിട്ടില്ലെങ്കിൽ എറർ കാണിക്കും. ഓക്കെ, അപ്പോൾ ഇൻഡന്റേഷനിലുള്ള സാധനങ്ങളൊക്കെ പിന്നെ ഈ ഈഫിന് ബാധകമാണ്. അതായത് ഇതിപ്പോൾ ഈഫിന്റെ പുറത്തുള്ളത്, കാരണം എന്താ ഇത് ഇൻഡന്റേഷൻ ഇല്ല, സ്പേസിങ് ഇല്ല. പക്ഷെ ഇത് സ്പേസിങ് ഉണ്ടെങ്കിൽ ഈഫിന്റെ അകത്താണ്. അപ്പം അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടീഷന്റെ ബേസിൽ ഏതെങ്കിലും ഒരു കഷ്ണം കോഡ് റൺ ചെയ്യിപ്പിക്കാം. ഇതിന്റെ ഉപയോഗം എന്താ വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു ജസ്റ്റ് യൂസറിനോട് ഏജ് ചോദിക്കാം. ഓക്കെ, എന്താണ് ഏജ് ചോദിക്കാണ്. ഇങ്ങനെ ചോദിക്കാം, ഇൻപുട്ട് എൻ്റർ യുവർ ഏജ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാങ്ങിക്കാം. ഓക്കെ, ഈ വാങ്ങിച്ച സാധനം നമുക്ക് നമ്പർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇതിനെ മൊത്തം എന്ത് ചെയ്താൽ മതി, നമ്മൾ ഒരു ഇൻറ്റീജറിന്റെ ഉള്ളിൽ അങ്ങോട്ട് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ നമ്മൾ ഏജ് ചോദിച്ചിട്ട് നമ്മൾ ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ 18 നമ്മൾ എന്ത് ചെയ്യാണ്, പ്രിന്റ് എലിജിബിൾ ഫോർ ലൈസൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ഇവിടെ ചെയ്തത്, യൂസറിനോട് ഏജ് ചോദിച്ചു, ഏജിൽ നമ്മൾ നമ്പർ ആക്കിയിട്ട് മാറ്റി, എന്നിട്ട് എന്ത് ചെയ്തു, ഏജ് എന്നുള്ള പെട്ടിയിൽ സേവ് ചെയ്ത് വെച്ചു. ഇവിടെ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. കണ്ടീഷനിൽ നമ്മൾ വാരിയബിൾ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ നമ്പർ നേരെ ഉപയോഗിക്കാതെ നമുക്ക് വാരിയബിൾ ഉപയോഗിക്കാം. ഓക്കെ, ഈ സാധനം ഒന്ന് റൺ ചെയ്ത് നോക്കുകയാണേ. അപ്പോൾ എൻ്റെ ഏജ് ചോദിച്ചിട്ടുണ്ട്, എന്താണ് 20 കൊടുക്കണം ആൾക്കാർക്ക്. അപ്പോൾ എലിജിബിൾ ഫോർ ലൈസൻസ് കുഴപ്പമൊന്നുമില്ല. ഹലോ, ഞാൻ ഒന്നുകൂടെ റൺ ചെയ്യാണ്. ഞാൻ 15 കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്നുമില്ല, ഔട്ട്പുട്ട് ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ഇഫിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ കണ്ടീഷൻ ശരിയായാൽ ഉള്ളിലുള്ള സാധനം വർക്ക് ചെയ്യും. ശരിയായിട്ടില്ലെങ്കിലോ, ശരിയായിട്ടില്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യില്ല. ഇവിടെ ശരിയായിട്ടില്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എൽസ് ഇട്ട് കൊടുക്കും. എന്നിട്ട് കോളൻ, എൽസിന്റെ കണ്ടീഷൻ ഒന്നുമില്ല, ജസ്റ്റ് എൽസ് കോളൻ പറയാം. എന്നിട്ട് പ്രിന്റ് എന്ത് ചെയ്യാം, നോട്ട് എലിജിബിൾ ഫോർ ലൈസൻസ്. അപ്പോൾ ഇവിടുത്തെ മീനിങ് എന്താ, നമ്മൾ യൂസറിന്റെ കയ്യിൽ നിന്ന് ഏജ് വാങ്ങിക്കും, ഏജിന് നമ്പറാക്കി മാറ്റി ഏജ് എന്നുള്ള പെട്ടിയിൽ സേവ് ചെയ്ത് വെച്ചു. ഏജ് 18 കൂടുതലാണെങ്കിൽ എലിജിബിൾ ഫോർ ലൈസൻസ് പറയും, അല്ലെങ്കിൽ നോട്ട് എലിജിബിൾ ഫോർ ലൈസൻസ്. അപ്പോൾ ഒന്നുകിൽ ഇതേ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ഇതേ വർക്ക് ചെയ്യും. അതാണ് ഇഫും എൽസും പറഞ്ഞാൽ ഒന്നുകിൽ ഇഫ് പാർട്ട് വരയ്ക്കും, അല്ലെങ്കിൽ എസ് പാർട്ട് വരയ്ക്കും. ഏതെങ്കിലും ഒന്ന് ഉറപ്പായിട്ട് വരയ്ക്കും. പിന്നെ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 15 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ നോട്ട് എലിജിബിൾ ഫോർ ലൈസൻസ് എന്ന് കാണിക്കും. ഇപ്പൊ ഇതുമല്ല, നമുക്ക് ചില കേസിൽ ഒന്ന് കൂടുതൽ കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുമെന്ന് വിചാരിച്ചു. അപ്പോൾ അതായത് എന്താണ്, കുറച്ചും കൂടെ ഒന്ന് മാറ്റാണ്. നമ്മൾ സ്കോർ വാങ്ങിക്കുകയാണ് യൂസറിൻ്റെ സ്കോർ. എന്നിട്ട് എന്ത് ചെയ്യാം, ഇൻപുട്ട് എൻ്റർ സ്കോർ. യൂസറിൻ്റെ അതിന് സ്കോർ വാങ്ങിച്ചു. അപ്പോൾ നമ്പറാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, ഇൻഡിജറിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിടണം. ഇൻഡിജറിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ടു. എന്നിട്ട് നമുക്ക് സ്കോറിന് കറസ്പോണ്ടിങ് ആയിട്ട് യൂസറിൻ്റെ ഗ്രേഡ് പ്രിന്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഈ സ്കോർ നമുക്ക് ആദ്യം 90 കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് എ ഗ്രേഡ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമുക്ക് 90 അല്ല, പക്ഷെ 80ന്റെ മേലുള്ള ആൾക്കാരുണ്ടാവില്ലേ, 70. ഇപ്പോൾ നമുക്കിത് ജസ്റ്റ് എൽസിൽ നമുക്ക് പ്രിന്റ് ഫെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 താഴെ എല്ലാവരും ഫെയിൽ ആവും. എ ഗ്രേഡിലുള്ള ആൾക്കാർ മാത്രമേ പാസ്സാവുള്ളൂ. ആ ഒരു സെൻസിലാണ് ഈ പ്രോഗ്രാം ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ 99 കൊടുത്തു കഴിഞ്ഞാൽ എ ഗ്രേഡ് ആണ്, ശരി 89 കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഫെയിലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, മൾട്ടിപ്പിൾ കേസുകൾ ഇങ്ങനെ ചെക്ക് ചെയ്യണം. ഇവിടെ നമുക്ക് ആ ഒരു സാധനം ശരിയാക്കാനായിട്ട് നമുക്ക് ഇവിടെ ഒരു കണ്ടീഷൻ കൂടെ കൊടുക്കാം. അതായത് ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, അത് ശരിയാണെങ്കിൽ ഇത്, തെറ്റാണെങ്കിൽ ഇത്, അതാണ് ഇതുവരെ വർക്ക് ചെയ്ത് നടക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഞാൻ പുതിയൊരു കണ്ടീഷൻ കൊടുക്കണം. ആ കണ്ടീഷൻ കൊടുക്കാനായിട്ട് ഞാൻ പുതിയൊരു സാധനം കൊടുക്കുകയാണ്, എലിഫ്. ഇത് എൽസിഫ് എന്നുള്ളതിലാണ് എലിഫ് എന്ന് പേര് കൊടുത്തത്. എലിഫ് സ്കോർ ഗ്രേറ്റർ ദാൻ 80. ഇതിൻ്റെ അതിൽ എന്താണ്, പ്രിന്റ് ബി ഗ്രേഡ് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താ, സ്കോർ 90-നേക്കാൾ കൂടുതലാണെങ്കിൽ ഇതാണ് വർക്ക് ചെയ്യാം, സ്കോർ 80-നേക്കാളും കൂടുതലാണെങ്കിലോ ഇതാണ് വർക്ക് ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം എന്താ നടക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ സ്കോർ ചോദിച്ചിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ഇവിടെ ഒരു 85 കൊടുത്തു നോക്കാം. ഓക്കെ, അപ്പോൾ ബി ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, പുതിയൊരു കണ്ടീഷൻ കൂടെ കൊടുത്തു. അപ്പോൾ നമുക്ക് ഈ കണ്ടീഷൻ എത്ര വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. എലിഫ് 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 ഇങ്ങനെ 70-ന്റെ താഴെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സി ഗ്രേഡ് ആണെങ്കിൽ ഒരു ഡി ഗ്രേഡിൻ്റെ കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ. അതുപോലെ കിടക്കട്ടെ. 60 ആണെങ്കിൽ ഡി ഗ്രേഡ്, അതിൻ്റെ താഴെയാണെങ്കിൽ ഫെയിൽ. അപ്പോൾ ഇവിടുത്തെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്കോർ യൂസറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. സ്കോർ 90-നേക്കാളും കൂടുതലാണ് എ ഗ്രേഡ്, 80-നേക്കാളും കൂടുതലാണെങ്കിൽ ബി ഗ്രേഡ്, 70-നേക്കാളും കൂടുതലാണെങ്കിൽ സി ഗ്രേഡ്, 60-നേക്കാളും കൂടുതലാണെങ്കിൽ ഡി ഗ്രേഡ്, അല്ലെങ്കിൽ ഫെയിൽ. അപ്പോൾ ഇവിടെ നിങ്ങൾ ചോദിക്കും, ഇപ്പം നമ്മളൊരു വാല്യൂ പറയാണ്, 95 എന്നുള്ള വാല്യൂ പറയാണ്. അപ്പം 90-നേക്കാളും കൂടുതലല്ലേ, അപ്പോൾ എ ഗ്രേഡ് വന്ന്, 80-നേക്കാളും കൂടുതൽ അപ്പോൾ ബി ഗ്രേഡും വന്ന്, ഇങ്ങനെ എല്ലാ സാധനങ്ങളും വരണ്ടേന്ന് ചോദിക്കും. അപ്പം അതിന് റീസൺ എന്താ വെച്ചാൽ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഈഫ് എൽസിഫ് 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 ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ വർക്കാവുള്ളൂ. അപ്പോൾ ഇത് വർക്കായി കഴിഞ്ഞാൽ പിന്നെ ബാക്കി താഴോട്ടുള്ള ആരെയും നോക്കില്ല, ഇത് വർക്കായി കഴിഞ്ഞാൽ ബാക്കി താഴോട്ടുള്ള ആരെയും നോക്കില്ല, ഇത് വർക്കായി കഴിഞ്ഞാൽ ബാക്കി താഴോട്ടുള്ള ആരെയും നോക്കില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരാൾ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, അതാണ് ഈഫ് എൽസ്. ഇത് നമ്മൾ ഈഫ് എൽസിഫ് ലാഡർ, ഈഫ് എൽസിഫ് കോണി എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ ഇതിൽ ഏതെങ്കിലും ഒരു സാധനം മാത്രമേ അറ്റ് എ ടൈം എക്സിക്യൂട്ട് ചെയ്യുള്ളൂ, ആ ഒരു പ്രത്യേകത കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ അത് കൊടുത്തിട്ടില്ല, നമ്മൾ എൽസ് ആയിട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇവിടെ എല്ലാം ഈഫ കൊടുത്തെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളിപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഇവിടെ എന്താണ് 95 കൊടുക്കണേ, എ ഗ്രേഡ് ബി ഗ്രേഡ് സി ഗ്രേഡ് ഡി ഗ്രേഡ് എല്ലാം വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ എൽസിഫ് ഇങ്ങനെ കൊടുക്കുന്നതിന് റീസൺ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരാൾ മാത്രം വർക്ക് ചെയ്താൽ മതി എന്നുള്ളതാണ്. ഇത് നമ്മൾ ഈഫ് എൽസിഫിൽ ആടെന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ കണ്ടീഷൻ എന്താ, കണ്ടീഷൻ ഈഫ് ഒരു കണ്ടീഷൻ പറയാം. അപ്പോൾ എന്താ സംഭവിക്കുക, കണ്ടീഷൻ ശരിയാണെങ്കിൽ വർക്ക് ചെയ്യും. ഇനി കണ്ടീഷൻ തെറ്റിയാൽ എന്തെങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് എൽസ് കൊടുക്കാം. ഇനി മൾട്ടിപ്പിൾ കേസുകൾ ഉണ്ടെങ്കിൽ എലിഫ് ഇട്ടിട്ട് ഇങ്ങനെ കൊടുക്കാം. ഇനി വേറൊരു സാധനം ഉണ്ട്, വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഇവിടെ സ്കോർ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യാണ്, ഏജ് വാങ്ങിക്കാണ് വിചാരിച്ചു, വെറുതെ കിടക്കട്ടെ, ഇൻഡിജർ ആയിട്ടാണ് ഏജ് വാങ്ങിക്കുന്നത്. ഇൻപുട്ട് എൻ്റർ ഏജ് ഇങ്ങനെയാണോ, സ്കോർ 90-ന് മേലെ ആണെങ്കിൽ എ ഗ്രേഡ് എന്ന് പറയുന്നതിന് മുമ്പ് ഈ ഏജ് ലെസ് ദാൻ ഒരു 10 അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, യു ആർ അമേസിംഗ്. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇഫ് ഒരു കണ്ടീഷൻ കൊടുത്തു, കണ്ടീഷൻ്റെ അകത്ത് നമ്മൾ സാധാരണ പ്രിന്റ് എ ഗ്രേഡ് എന്നൊക്കെ കൊടുക്കുന്ന പോലെ തന്നെ ഇതിനകത്ത് എന്താണ് ഒരു ഇഫിനെ കൂടെ കൊടുക്കുക ചെയ്ത്. ഇതിന്റെ മീനിങ് എന്താ, നമുക്ക് ഇഫിന്റെ അകത്ത് വീണ്ടും ഇഫിനെ കൊടുക്കാം. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇഫിന്റെ അകത്ത് നമ്മൾ എഴുതാൻ ഓൾറെഡി സ്പേസ് ഇട്ടിട്ടാണ് എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഇഫിനകത്ത് കൊടുക്കണമെങ്കിലോ ആ ഇഫുമായിട്ട് റെസ്പെക്റ്റീവ് ആയിട്ടാണ് സ്പേസ് കൊടുക്കേണ്ടത്, അതായത് ഇൻഡന്റേഷൻ കൊടുക്കുന്നത്. അതൊന്ന് കറക്റ്റ് ആക്കണം. ഇവിടുത്തെ കേസിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ എന്താണ് സ്കോർ കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ 95 കൊടുക്കുകയാണ്, ഏജ് കൊടുക്കുകയാണ്, ഏജ് ഞാനൊരു 9 കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടോ യു ആർ അമേസിങ്, അതേപോലെ തന്നെ എ ഗ്രേഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ, ഇവിടെ ഒരു കണ്ടീഷൻ കൊടുത്തു, കണ്ടീഷൻ ശരിയാ, ഉള്ളിൽ വീണ്ടും ഇങ്ങനെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കണ്ടീഷൻ ഉള്ളിൽ ഇങ്ങനെയാണ്. അതിന് നമ്മൾ ഇഫിനെ നെസ്റ്റിംഗ് ഓഫ് ഇഫ് എന്ന് വിളിക്കുക, ഇഫിൻ്റെ ഉള്ളിൽ ഇഫിനെ ഇടുന്നത്. മറ്റേത് നമ്മൾ ഇഫ് എൽസിഫ് ലാഡറാണ്. ഇഫ് എൽസിഫ് ലാഡറിന് പ്രത്യേകത എന്താ, ഏതെങ്കിലും ഒരു ഇഫിൻ്റെ സാധനം മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. എലിഫ് കൊടുത്തതുകൊണ്ടാണ്, കൊടുത്തിട്ടില്ലെങ്കിൽ എല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ എന്താ, ഇഫിൻ്റെ ഉള്ളിൽ നമുക്ക് ഇഫിനെ കൊടുക്കാൻ പറ്റും, നമ്മൾ നെസ്റ്റഡ് ഇഫ് എന്ന് വിളിക്കുക. പക്ഷെ നിങ്ങൾ ഈ സാധനം അധികം ചെയ്യുന്നത് നല്ലതല്ല. മാക്സിമം നെസ്റ്റിംഗ് കൂട്ടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ കോഡ് ഭയങ്കര കോംപ്ലക്സ് ആയി മാറാൻ തുടങ്ങും. ഇത് ജസ്റ്റ് ഇങ്ങനെ ഒരു ഫീച്ചർ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക, അല്ലാതെ നിങ്ങൾ എക്സ്റ്റെൻസീവായിട്ട് ഈ സാധനം ഉപയോഗിക്കരുത്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ചെയ്യാൻ പറ്റും കേട്ടോ.